ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഖരിതം ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ ദർശനം നടത്തിയത് 70,000-ഓളം ആളുകളാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുണ്, സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെ സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നുണ്ടല്ലേ? തീർച്ചയായും പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്ത് ഉണ്ടായിരുന്നു. ആ ഒരു തിരക്ക് ഇപ്പോൾ ആ തിരക്കിന് നേരിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നും 70,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി മാത്രം ശബരിമലയിലേക്ക് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വേറെയുമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്കിന് നേരിയ ഒരു കുറവുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പടികേറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലൊക്കെ വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യമായ ഒരു തിരക്ക് ഇപ്പോൾ ഇല്ല. പുലർച്ചെ പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. ആ ഒരു തിരക്കിന് നേരിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് കൃത്യമായ ഒരു നിയന്ത്രണം, ഭക്തരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ 1,00,000-ലധികം തീർത്ഥാടകരൊക്കെ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഈ ഒരു സമയത്താണ് 70,000 തീർത്ഥാടകർക്ക് മാത്രമേ സന്നിധാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു തിരക്ക് ആദ്യ ദിവസം വൃശ്ചിക പുലരിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു തിരക്കിന് നേരിയ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു 9 മണിയോടെ തന്നെ തിരക്കിന് ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നെങ്കിൽ ആ തിരക്കിന് കുറവുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ കണക്ക് കൂട്ടുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസും ദേവസ്വം ബോർഡും എല്ലാം തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരക്ക് വരും ദിവസങ്ങളിലും കൂടും. വരുന്ന ഒരാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് പൂർണ്ണമായും 70,000 എന്നുള്ള ഒരു സംഖ്യ പൂർണ്ണമായും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ബുക്കിംഗ് ആണ് ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും വരുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിഖില്, മറ്റൊരു കാര്യം കൂടി, അതായത് ആദ്യ ദിനത്തെ ആ ഒരു ഇപ്പോൾ വൃശ്ചിക പുലരിയിൽ നിരവധി ഭക്തർ, നേരത്തെ പറഞ്ഞതുപോലെ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. അതിൽ എത്രത്തോളം ഭക്തർ എത്തി എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ എന്തെങ്കിലും കണക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ 74,000-ഓളം തീർത്ഥാടകരാണ് പടികേറി ശബരിമലയിലേക്ക് എത്തിയത്. ഇന്ന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം പമ്പയിൽ നിന്ന് കയറിയ തീർത്ഥാടകരുടെ എണ്ണം 20,000 കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും 70,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ശബരിമല ദർശനത്തിന് ഭഗവാനെ കാണാനായി, സ്വാമി അയ്യപ്പനെ കാണാനായി, ശബരീശനെ കാണാനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു എല്ലാ ദിവസവും വരുന്ന ഒരാഴ്ചത്തേക്ക് സ്ലോട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുകയാണ്. 70,000-ഓളം തീർത്ഥാടകരാണ് ഒരു ദിവസം അനുമതി നൽകുക. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ നൽകിയ ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കൂടുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് എത്താൻ, പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു നടപടികളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്കാണ് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തരുടെ വരവ് സന്നിധാനത്തേക്കുണ്ട്. ആ തിരക്കിൽ ഒരു കുറവ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തീർത്ഥാടകരുടെ ഒരു വരവ് ഉണ്ട് എങ്കിൽ പോലും ഒരു കാര്യമായ ഒരു തിരക്ക് ഇന്നത്തെ അപേക്ഷിച്ച്, വൃശ്ചിക പുലരിയെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. സുഗമമായ ദർശനത്തിന് ഉള്ള ഒരു ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ സുഗമമായ ഒരു ദർശനം ഭക്തർക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ വരുന്ന ഒരാഴ്ചത്തേക്ക് കൂടി 70,000 എന്നുള്ള ഒരു ബുക്കിങ്ങിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടികേറി എത്തിയ തീർത്ഥാടകർക്കൊക്കെ തന്നെ വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, ആ ഒരു സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, എങ്ങും ശരണം വിളികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം ഒന്നാകെ മാറുകയാണ്. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങൾ മുഖരിതമാകുന്ന ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുക. നിഖില.